നമുക്കറിയാം, സിനിമയെന്നാൽ ബോളിവുഡ് ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു കാലത്ത് കോടി ക്ലബ്ബുകളിലേക്ക് ചരിത്രപരമായി പാഞ്ഞെടുക്കുമായിരുന്നു ബോളിവുഡ് സിനിമകൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഹോളിവുഡ് കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര വ്യവസായം കൂടിയാണ് ബോളിവുഡ്. എന്നാൽ സമീപ വർഷങ്ങളിൽ ഹിന്ദി സിനിമകളുടെ കാര്യം അത്ര ശുഭകരമല്ല. വലിയ മാറ്റം തന്നെ ബോളിവുഡ് സിനിമാ മേഖലയിൽ വന്നു കഴിഞ്ഞു. സമീപകാലത്തായി ബോളിവുഡ് സിനിമകൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. തെന്നിന്ത്യൻ ചലച്ചിത്ര വ്യവസായങ്ങൾ താരതമ്യേന മികച്ച വിജയങ്ങൾ നേടുമ്പോൾ എന്തുകൊണ്ടാണ് ബോളിവുഡിന് ഇത് സാധിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോഴിതാ നടൻ അനിൽ കപൂറിന്റെ മകനും നടനുമായ ഹർഷവർദ്ധൻ കപൂർ ബോളിവുഡിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എക്സിൽ ബോളിവുഡ് തീർന്നു എന്ന തരത്തിൽ വന്ന ഒരു പോസ്റ്റിലാണ് ഹർഷവർദ്ധൻ തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അമീർ ഖാന് അഭിനയിക്കാൻ സിനിമയില്ല, അക്ഷയ് കുമാറിന് പടങ്ങളുണ്ട്, പക്ഷേ എന്തിനാ? ഷാരൂഖ് ഖാൻ 2 വർഷത്തിലൊരിക്കൽ ഒരു സിനിമ ചെയ്യുന്നു. അജയ് ദേവ്ഗൺ വലിയ പരിപാടികളൊന്നുമില്ലാതെ സുരക്ഷിതമായി കളിക്കുന്നു. രൺബീർ കപൂർ മാത്രമാണ് ഒന്ന് ശ്രമിക്കുന്നത് എന്നായിരുന്നു പ്രതികരണം വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇതിനാണ് ഹർഷവർദ്ധൻ മറുപടി നൽകിയിരിക്കുന്നത്. ബോളിവുഡ് എന്നും സ്ഥിരം താരങ്ങളെയും ഫോർമുല സിനിമകളെയും മാത്രം ആശ്രയിക്കാൻ പാടില്ല എന്നാണ് കപൂർ ആരംഭിക്കുന്നത്. നിർമ്മാതാക്കൾക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും കുറഞ്ഞ ബജറ്റിൽ നല്ല മൂല്യമുള്ള കണ്ടന്റുകൾ തിയേറ്ററിൽ എത്തിക്കാൻ ഇത് പറ്റിയ സമയമാണെന്നും കപൂർ കൂട്ടിച്ചേർത്തു. മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾക്ക് മുൻഗണന നൽകി ചെലവ് കുറച്ചാൽ പ്രേക്ഷകർ തിയേറ്ററിൽ വരുമെന്നും ഹർഷവർദ്ധൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല സിനിമയ്ക്ക് വലിയ ബജറ്റ് ആവശ്യമില്ലെന്നും താരം പറയുന്നു. തന്റെ താറെന്ന സിനിമ 20 കോടി ബജറ്റിൽ നിർമ്മിച്ച പടമാണ്. പക്ഷേ അത് 2-3 മടങ്ങ് ചെലവഴിച്ച സിനിമയേക്കാൾ മികച്ചതായി മാറി. കാരണം ഓരോ പൈസയും സിനിമയുടെ നിർമ്മാണത്തിലേക്കായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 2005 പോലും ഇന്ന് വലിയ കയ്യടി ലഭിക്കുന്ന സിനിമകൾ 1990കളിലെ ഫോർമുലയാണെന്ന് ഹർഷ് വിമർശിക്കുന്നുണ്ട്. തന്റെ കയ്യിൽ വലിയ പണമില്ലെങ്കിലും ആശയത്തിന് പഞ്ഞമില്ലെന്നും ഹർഷ് പറയുന്നുണ്ട്. തന്നെ പിന്തുണച്ചാൽ ഞാൻ മറക്കാനാവാത്ത സിനിമകൾ നൽകുമെന്നും ഹർഷവർദ്ധൻ തന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കി. സൂപ്പർ താരങ്ങളുടെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ പോലും തിയേറ്ററിൽ അടിമുടി തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം പ്രതീക്ഷകളുടെ അമിതഭാരം ഇല്ലാതെ എത്തുന്ന ചില ചിത്രങ്ങൾ വിജയിക്കുന്നുമുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യവസായമെന്ന നിലയിൽ ബോളിവുഡിന് പഴയ പകിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.